ഇച്ചിരി വെള്ളം ചൂടാക്കണേ. ദൈവം എന്നോട് പൊറുക്കൂല സജീവ. ഞാൻ അത്രയും വലിയ പാപ ചെയ്ത്. നീ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. രാധിക, രാധിക, രാധികയുടെ അവിടെ കാണും. രാധിക, മോളിത് എവിടെ പോയി? രാധിക, രാധി, മോളെ, മോളെ, മോളിത് എവിടെ പോയിടാ? മോളെ, നോക്കട്ടെ. മോളെ എടേക്കാ പോയേ? അടുത്ത വീട്ടിലൊന്ന് അന്വേഷിച്ച. ഞാനാ. രാധിക അവിടെ വന്നിനാ? ഇല്ലേ, ഒന്നുമില്ല. ഞാൻ വിളിക്കാം. ഹലോ, കണ്ടോ? പോന്ന് നീ കണ്ടോ? ശരി, വരാം. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, മരിച്ചവർ ആകാശത്തെ നക്ഷത്രങ്ങളാവുമെന്ന്.
ഇതിലേതായിരിക്കും ഡെൽസി? നീ വീണ്ടും അതൊക്കെ ഓർത്തിരിക്കുകയാണ്. അതൊക്കെ മറക്കാം. എനിക്ക് മറക്കാൻ കഴിയില്ല സജീവ. സജീവ, എനിക്ക് എൽസിൻ്റെ വീട്ടിൽ പോകണം. എനിക്ക് പോകണം സജീവ. രാധിക, കയറി വരൂ. വരൂ. എന്നോട് പൊറുക്കണം ടീച്ചർ. എന്താ ഇനി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എല്ലാം വിധിയാ. മോളുടെ പപ്പയാ സജീവൻ. സജീവ, വാ ഇരിക്കെ. എൽസി മോള് പോയി എന്നെ ലില്ലിയും ഒരുമിപ്പിക്കാൻ. ഇനിയുള്ള കാലം എനിക്ക് ലില്ലിയും അവൾക്ക് ഞാനും. അതല്ല കോണ്ടം. ഡോക്ടറുടെ പ്ലെയിനോ? ഏതാ നല്ലത്? ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. എന്റെ മൂപ്പർക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടെന്താ, കുട്ടികൾ തുടരെ 4 ആയി. ഡോക്ടറുടെ മതി. ദാ. ഇതാണ് ന്യൂജൻ പെണ്ണ്. ഫോട്ടോ എടുക്കാൻ നമുക്ക്. ചിരിച്ചേ. ഇനി അങ്ങോട്ട് തിരിഞ്ഞേ. ഇനി ഇങ്ങോട്ട്. സുഖല്ലേ? ഹണിമൂണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങും പോയില്ലേ? എന്നാ പിന്നെ നാളെ പോലെ കുട്ടികളെ കൊണ്ടുപോയി കൂടെ? ഓട്ടങ്ങളില്ലാത്തോണ്ട് ഒരു രസമില്ലാന്ന് എൽസിമോള് പറയണേ. ഞായറാഴ്ച എന്തായാലും രണ്ടാളും കൂടി വീട്ടിലേക്ക് വാ. ശരി. ബൈ. ആടെ നല്ല കക്കർച്ചിട്ടു. നിന്നോ. ഫോട്ടോ എടുക്കണ്ടേ നമുക്ക്?
എന്തൊരു ഉറക്ക. എണീക്ക് സജീവ. ഓക്കെ. ഇന്ന് ഓട്ടം പോണ്ടേ മോനെ? എന്താ? ഇന്ന് ഞായറാഴ്ച കുട്ടികളോ സ്കൂളിൽ വിടണ്ട. അപ്പൊ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും മാത്രാ സജീവന്റെ പണി? വേഗം എണീക്ക്, അല്ല ഞാൻ തലയിൽ വെള്ളം കോരി വയ്ക്കും. എണീക്ക്. പോയി പല്ല് തേച്ച് കുളിച്ച് ഓട്ടം പോകാൻ നോക്ക്. ഞായറാഴ്ച നല്ല ഓട്ടം കിട്ടുന്ന ദിവസമാണ്. ആളുകളൊക്കെ കുടുംബത്തോടെ പുറത്തു പോകുന്ന ദിവസം. ഞാനിന്ന് എവിടെയും പോകുന്നില്ല. അമ്മ പറഞ്ഞത് 100% ശരിയാണ്. കുഴി മടിയാണ്. എന്താപ്പാ നാൾക്ക് ഓട്ടൊന്നും വേണ്ടേ? ഇങ്ങനെ പോയാൽ നമ്മുടെ ഗതി എന്താവും? രാജ്യത്ത് തേനും പാലും ഒഴുക്കുന്ന കേന്ദ്രം പറയണത്. പക്കെങ്കില് നമ്മുടെ മാഹിയിൽ ഒഴുകണത് വിസ്കിയും ബ്രാൻഡിയാ. വിലക്കുറവ് കാരണം കേരളത്തിൽ നിന്ന് ഈട അടിച്ച് പൂസാൻ ആളുകൾ വരണം. എന്റെ അഭിപ്രായത്തിൽ മാഹിയെ രക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ, കേരളത്തിൽ ലയിക്കണം. നിന്റെ പോയി മത്സരിക്കട്ടെ, പഠിച്ചു തിരിച്ചാലും മാഹി കേരളത്തിൽ ലയിക്കില്ല. അത് നടക്കില്ല. നമ്മളെ സജീവനെത്തിയല്ലോ. മീത്തലപ്പുറയിലെ സജീവൻ പെണ്ണ് കെട്ടി കണ്ണപുരം അവിടെ പോലത്തെ പെണ്ണ് മീത്തലപ്പുറയല്ലേ മോനെ കണ്ട അങ്ങനെ കഴിഞ്ഞ ശേഷം ഇവന് തിന്നലും കുടിക്കലൊന്നുമില്ല തോന്നുന്നു. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ടെസ്റ്റ് എടുത്തോ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇത് ആ റെസ്റ്റ് അല്ല, ഇത് സ്ഥിരമുള്ള റെസ്റ്റാ. റെസ്റ്റ് എടുക്കട്ടെ. സ്റ്റോപ്പ്. എനിക്ക് അത്യാവശ്യമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്താം. വേഗം പോട്ടെ. അതേ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ പിടിക്കാനാ മംഗലാപുരത്തേക്ക് പോയേ. അല്ല, ഫാസ്റ്റായിട്ട് പോയാലേ എത്തൂ. പൈസ എത്ര വേണമെങ്കിലും തരാം. ഞാൻ എത്തിക്കാം. ആ അല്ല മാഷേ, ഒന്ന് വേഗം വിട്. ആടെ എന്താ പാട്ട് കേൾക്കുന്നത്? അതോ, അത് പിന്നെ പാട്ടുപുരക്കാരുടെ ഗാനമേളയാ. പാട്ടുപുരക്കാരൻ? തെല്ലന്തിന് പെണ്ണ് മുള്ളന്തിന് ഇല്ലിക്കൊലന്തിന് നാരന്തിന് കെട്ടാവന്ന മണ വളഞ്ചക്കൻ തുള്ളിക്കൊണ്ടെന്തിന് പോണെന്തിന് തക എന്റെ ട്രെയിന് പോകുന്നു. വണ്ടി നിർത്തല്ലേ, ട്രെയിനിന് പോകാനുള്ളതാണ്. ചേട്ടന് ട്രെയിൻ പിടിച്ചാ പോരെ. തെല്ലന്തിന് പെണ്ണ് മുള്ളന്തിന് ഇല്ലിക്കൊലന്തിന് നാരന്തിന് കെട്ടാവന്ന മണ വളഞ്ചക്കൻ തുള്ളിക്കൊണ്ടെന്തിന് പോണെന്തിന് തക വട്ടപ്പനയില് ഓല വെട്ടി പെണ്ണ് വെള്ളിത്തടം പോലെ മളം കെട്ടി കത്തക്കിളി പെണ്ണേതായി പെണ്ണെ നിന്റെ കയ്യിലുള്ള ചെക്കന്റെ കൈ വിടാതെ രാജ വട്ടപ്പനയില് ഓല വെട്ടി പെണ്ണ് വെള്ളിത്തടം പോലെ മളം കെട്ടി കത്തക്കിളി പെണ്ണേതായി പെണ്ണെ നിന്റെ കയ്യിലുള്ള ചെക്കന്റെ കൈ വിടാതെ രാജ ചായ. പിന്നെ ഞാൻ പേടിച്ചു പോയി 4 ദിവസം വൈകിയപ്പോ. ഇന്നതായി, ആശ്വാസായി. കൊള്ളൻ പണി പറ്റിച്ചു എന്നാ കരുതിയ. അതിന് നമുക്ക് മറ്റേതുണ്ടായിരുന്നല്ല. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം. അതെ, പുറത്തു പോയി വരുമ്പോ എനിക്കൊരു പാക്കറ്റ് പാഡും അടിച്ചോണ്ടായിരുന്നു. പാഡാ? അതെ, പാഡ്.
ഞാനാ? ഇതെല്ലാം ഭർത്താക്കന്മാര് പണിയാ. വേഗം എണീച്ച് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. എന്റെ സജീവൻ ഇത് എന്ത് ചെയ്യാ? ഓനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൽസിമോൾ ഇന്ന് ലേറ്റ് ആവും. സജീവനത ഇപ്പൊ എത്തും ടീച്ചർ. കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൻ ഇനിയും കുളിച്ചില്ലേ? രാധിക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ടീച്ചർ ഒരിക്കൽ കൂടെ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കൂല. മറ്റു കുട്ടികളുടെ അമ്മമാരും പറയുന്നുണ്ട് വേറെ ഓട്ടോ നോക്കാൻ. ഇനി ഒരിക്കലും സജീവൻ ലേറ്റ് ആവില്ല ടീച്ചർ. ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിന്നാ മതിയാ? സ്കൂളിൽ പോണ്ടേ? വാ, കേറ്. ശരിയാ. ആ വാ വാ വാ. ഇറങ്ങ്. നോക്കിട്ട് ആ ബൈ. വാ, എല്ലാരും വാ. ഓക്കെ ബൈ ബൈ.